നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. മുൻ കേന്ദ്രമന്ത്രിയും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ഇത്തവണത്തെ സ്ഥാനാർത്ഥിയുമായ ശശി തരൂരിനെതിരെ ഗുരുതര ആരോപണവുമായി സുപ്രീം കോടതി അഭിഭാഷകൻ. ഒരു സ്ത്രീയോട് ശശി തരൂർ അപമര്യാദയായി പെരുമാറുന്നത് നേരിട്ട് കണ്ടു എന്ന ആരോപണവുമായാണ് സുപ്രീം കോടതി അഭിഭാഷകനായ ജയ് ആനന്ദ് ദേഹാത് റായ് രംഗത്ത് വന്നത്. ഈ വാർത്ത മറച്ചുവെക്കാൻ മുതിർന്ന മാധ്യമപ്രവർത്തകനായ കരൺ താപ്പർ തന്നെ നിർബന്ധിച്ചുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. കരൺ താപ്പറിനെതിരെ പബ്ലിഷ് ചെയ്ത ഒരു പോസ്റ്റിലാണ് ശശി തരൂരിൽ നിന്നും ഒരു സ്ത്രീക്കുണ്ടായ ദുരനുഭവം താൻ നേരിട്ട് കണ്ട കാഴ്ച ജയ് ആനന്ദ് വെളിപ്പെടുത്തിയത്. കരൺ താപ്പർ അടക്കമുള്ള ആൾക്കാർ ഇത് മൂടിവെക്കുവാൻ വേണ്ടി ശ്രമിച്ചുവെന്നും ജയ് ആനന്ദ് വെളിപ്പെടുത്തി. 2022 ഒക്ടോബർ 11 ഡൽഹിയിലെ ഹോട്ടലിലാണ് സംഭവം നടന്നത്. കരൺ താപ്പർ ഇതുമായി ബന്ധപ്പെട്ട് അയച്ച സന്ദേശത്തിന്റെ സ്ക്രീൻഷോട്ടും ജയ് ആനന്ദ് എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇരയ്ക്കൊപ്പം നിൽക്കുന്നതിന് പകരം വൃത്തികെട്ട ശശിയെ പിന്തുണച്ച രാക്ഷസനാണ് കരൺ താപ്പർ എന്നാണ് അഭിഭാഷകൻ എക്സിൽ കുറിച്ചിരിക്കുന്നത്. കരൺ താപ്പർ ജയ് ആനന്ദിന് അയച്ച സ്ക്രീൻഷോട്ടിൽ പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ എന്നോട് സംസാരിക്കാൻ തയ്യാറാകില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഈ ടെക്സ്റ്റ് അയക്കുന്നത്. ഈ വിഷയം നിങ്ങൾ പൊതുമധ്യത്തിൽ ഇടുകയാണെങ്കിൽ അത് ശശി തരൂരിന് നഷ്ടം സംഭവിക്കാനും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഭാവിയെയും പ്രതിച്ഛായയും തകർക്കാനും ഒരുപക്ഷെ കാരണമായേക്കാം. എന്നാൽ അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല. കാരണം അയാൾ എന്തായാലും ഇലക്ഷനിൽ തോക്കും. അയാൾ ഇത്തരത്തിൽ മുമ്പ് നിരവധി തവണ പെരുമാറിയിട്ടുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. അതിനർത്ഥം അയാളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം എന്നാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കൃത്യമായി ചിന്തിക്കുക. എന്തെങ്കിലും ചെയ്യുന്നതിന് മുമ്പ്, പൊതുമധ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവളോടുകൂടി ആലോചിക്കുക. അവളുടെ ജീവിതം കൂടി നശിപ്പിക്കാതിരിക്കുക. അല്പം നിർത്തി ആലോചിച്ചു മാത്രം എന്തെങ്കിലും ചെയ്യുക. അതേസമയം ശശി തരൂരും കരൺ താപ്പറും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തണമെന്നാവശ്യപ്പെട്ട് BJP IT വിഭാഗം മേധാവി അമിത് മാളവ്യ രംഗത്തെത്തി. കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിച്ച കോൺഗ്രസിന്റെ പോസ്റ്റർ ബോയ് ആയ ശശി തരൂരിനെതിരെ നിരവധി ചോദ്യങ്ങളാണ് ഉയരുന്നത്. അദ്ദേഹം എക്സിൽ കുറിച്ചു. ഭാര്യയുടെ ദുരൂഹമായ മരണത്തിൽ അദ്ദേഹം സംശയത്തിന്റെ നിഴലിലായിരുന്നു. അതിന്റെ കൂടെയാണ് ഇതും കൂടി പുറത്തു വരുന്നത്. ഇരയുടെ നിശബ്ദത മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്നും അമിത് മാളവ്യ കുറിച്ചു. ജയ് ആനന്ദ് എക്സിൽ പങ്കുവച്ച കുറിപ്പും സ്ക്രീൻഷോട്ടും സഹിതമാണ് അമിത് മാളവ്യയുടെ പോസ്റ്റ്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.